ഇന്ന് ഞങ്ങൾ വിട്ടുപോയ ദിവസം. ഞങ്ങൾ അത്രമേൽ സ്നേഹിച്ചിട്ട് ഞങ്ങളുടെ സ്വന്തം മോളെപ്പോലെ കണ്ടതാണ്. എനിക്ക് 2 മക്കളാണ്. അതിൽ 3-മത്തെയാണ് ഇവള്. എൻ്റെ മോളായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ രാവിലെ എണീറ്റത് മുതൽ കിടക്കും വരെ എൻ്റെ ഒന്നിച്ചാണ്. എനിക്ക് എവിടെ പോയാലും ഒരു കൂട്ടായിട്ട് ഞാൻ എവിടെ ഇരിക്കുന്നു അവിടെ വന്നിരിക്കും. ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അവിടെ വന്നിരിക്കും. ഒരു ഉപദ്രവം ആക്കാണ്ട് ഒരു പാവമായിട്ടിരിക്കുന്ന മോളാണ്. ഒരു കഷ്ടവും വരുത്താണ്ട്. ഞാൻ ഫുഡ് കൊടുത്താൽ അത് കഴിക്കും, വെള്ളം കൊടുത്താൽ കുടിക്കും, അല്ലാണ്ട് വേറെ ഒരു ഉപദ്രവം ആക്കൂല. അതിൻ്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്ന് ചിക്കൻ വെച്ചാൽ വരെ അത് എടുക്കൂല. ഞാൻ കൊടുക്കണം, ഞാൻ കൊടുത്താലേ തിന്നും. അത്രമേലും പാവമായിട്ടുള്ള മോളാണ്. എനിക്കത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. ഇന്നലെ രാത്രി കറണ്ട് പോയിട്ട് ഞാൻ പുറത്തിരുന്നിട്ടാകുമ്പോൾ പുറത്ത് എൻ്റെ ഒന്നിച്ചാടെ എൻ്റെ മുമ്പിൽ കളിക്കുന്നുണ്ടായ മോളാണ്. കറണ്ട് വന്നിട്ട് ഉള്ളിൽ ഞാൻ കയറിയതും ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങൾ പൂച്ചയല്ലേ അവിടെ കിടന്നിട്ട്? ഞാൻ പറഞ്ഞു പൂച്ച അങ്ങനെ റോഡിൽ കിടക്കലുണ്ട്, അത് വിളിച്ചിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഒന്ന് വന്ന് നോക്കിയാൽ അത് അനങ്ങുന്നില്ല. ഞാൻ പോയി നോക്കി. ഞാൻ വിചാരിച്ചത് അങ്ങനെ കിടന്നായിരിക്കുമെന്ന്. പോയി നോക്കുമ്പോൾ അനങ്ങുന്നില്ല. ഞാനിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ശ്വാസവും ഇല്ല, പോയിന്. എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഞാൻ എന്നിട്ട് വിശ്വസിക്കുന്നില്ല എൻ്റെ മോള് പോയിന്ന്. എനിക്കത് ഉൾക്കൊള്ളാനേ പറ്റുന്നുണ്ടായിട്ട്. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ വെച്ച് നോക്കുമ്പോൾ വായിന്ന് ചോര വന്നിട്ട് മരിച്ചാന്ന്. എന്ത് പറ്റിയാണെന്ന് അറിയില്ല. വണ്ടീൻ്റെ അടിക്കായല്ലേ വല്ലതും കടിച്ചോ. മേലൊരു പാടോ മുറിവോ ഒന്നുമില്ല. വായിൻ്റെ അകത്തുനിന്ന് ചോര വന്നിട്ടുണ്ട്. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അത്ര 1 സെക്കൻഡ് കൊണ്ടാണ് എൻ്റെ കൺമുമ്പിലുണ്ടായ മോള് ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ 1 സെക്കൻഡ് കൊണ്ട് എന്ത് പറ്റിയെന്ന് ദൈവത്തിനല്ലാണ്ട് വേറെ ഒരാൾക്കറിയില്ല എന്ത് പറ്റിയെന്ന്. വളരെ സങ്കടമുള്ള ദിവസമാണ്, വളരെ സങ്കടമുള്ള. ഞാൻ ഫുഡ് പോലും കഴിച്ചിട്ട് ഫുഡ് ഇറങ്ങുന്നില്ല. ഒരു ജോലി ചെയ്യാൻ താല്പര്യമില്ല, ഒന്നിനും താല്പര്യമില്ല. അത്രമേലും ഞാൻ എന്ത് ചെയ്യുമ്പോൾ എൻ്റെ ഒന്നിച്ചിട്ട് ഏത് മൂലയിൽ നോക്കിയാലും എനിക്ക് ഓർമ്മയാണ്. ഞാൻ ബെഡിൽ രാത്രി കിടക്കുമ്പോൾ ഞങ്ങളെ സൈഡ് വന്നിട്ട് കിടക്കും. രാവിലെ ഞങ്ങൾ എണീക്കലുള്ളൂ. രാത്രി മുഴുവൻ ഞങ്ങൾ ഒന്നിച്ച് കിടന്നുറങ്ങലാന്ന്. പാവം. കുളിപ്പിച്ച് സുന്ദരിയാക്കിയിട്ട് ഞാൻ പുറത്ത് വിട്ട മോളാണ് ഇങ്ങനെ വന്ന് കിടക്കുന്നത്.